ഹായ്, ശരത്താണ്. മൈക്രോ ഫിനാൻസ് സെക്ടറിലെ പുതിയൊരു അപ്ഡേറ്റിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ സെക്ടർ ഫോളോ ചെയ്യുന്ന പലരും ആണെങ്കിൽ ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. പുതിയൊരു ഓർഡിനൻസ് വന്നിട്ടുണ്ട് ബീഹാർ ഗവൺമെന്റിന്റെ. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ട് ഇത് തന്നെയാണ്. ഒന്നാമത് ആ ഒരു സെക്ടർ ഭയങ്കര വീക്കായിരുന്നു. കഴിഞ്ഞൊരു 1 വർഷം 1.5 വർഷമായിട്ട് അസറ്റ് ക്വാളിറ്റിയിൽ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ RBIയുടെ കുറെ ഈ പറഞ്ഞ പോലെ ഗാഡ്രിൽസ് കാര്യങ്ങൾ വന്നിരുന്നു. 1-2-3 കൂടുതൽ ലോണുകൾ ഒരാൾക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിലും, അതുപോലെ തന്നെ ഈ പറഞ്ഞ അവർക്ക് ലെൻഡ് ചെയ്യുന്ന എമൗണ്ടിൽ ക്യാപ്പ് വരുന്ന രീതിയിലൊക്കെ ആയിട്ട് അങ്ങനെ കുറെ ഗൈഡ് ലൈൻസ് കാര്യങ്ങൾ വന്നിരുന്നു. അതുകൂടാതെ കർണാടക ഗവൺമെന്റിന്റെ, അതുപോലെ അതിനുശേഷം തമിഴ്നാട് ഗവൺമെന്റിന്റെ ഒരു ഓർഡിനൻസുകൾ വന്നിരുന്നു. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ഈ സെക്ടറിലെ അസറ്റ് ക്വാളിറ്റിനെ കാര്യങ്ങളൊക്കെ അഫക്ട് ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 2-3 ക്വാർട്ടറായിട്ട് ഈ പറയുന്ന സെക്ടറിലുള്ള കമ്പനികളൊക്കെ റിക്കവർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് ഇപ്പോൾ ബീഹാറിന്റെ അടുത്ത ഓർഡിനൻസ് വന്നിരിക്കുന്നത്. അതിലെന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഈ ഒരു സെക്ടർ എന്ന് പറഞ്ഞാൽ ഒരുപാട് അൺഓർഗനൈസ്ഡ് പ്ലേയേഴ്സ് ഉള്ളതാണ്. മലയാളത്തിൽ നമ്മൾ ബ്ലേഡ് എന്നൊക്കെ പറയുന്ന രീതി, ആ രീതിയിൽ പലിശ മേടിക്കുന്ന രീതിയിലുള്ള ആളുകളുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്ടറിൽ ലോണുകളിൽ ഒരുപാട് ഈ പറഞ്ഞ ആത്മഹത്യ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ ആൾക്കാർ ഈ എമൗണ്ട് റിക്കവർ ചെയ്യാൻ ചെയ്യുന്ന സമയത്ത് ഭീഷണികളോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഈ ഒരു സെക്ടറിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗവൺമെന്റ് ഈ പറഞ്ഞ പോലെ ഈ ഓർഡിനൻസ് പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ അത് നോക്കുമ്പോൾ തന്നെ അൺഓർഗനൈസ്ഡ് പ്ലേയേഴ്സിനെയാണ് അത് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിലും അതിനകത്ത് 1-2 കാര്യങ്ങൾ ഈ പറഞ്ഞ ഓർഗനൈസ്ഡ് പ്ലേയേഴ്സിനെ അഫക്ട് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളുണ്ട്. ബീഹാർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മൈക്രോ ഫിനാൻസിലുള്ള കമ്പനികളുടെ ഏറ്റവും കൂടുതൽ അവർക്ക് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഏരിയയാണ്. കാരണം ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ബാങ്കിങ് സെക്ടറിലേക്കൊന്നും ആൾക്കാർ കൂടുതലായിട്ട് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് പെനിട്രേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് മാർക്കറ്റ് കിടക്കുന്ന ഒരു ഏരിയയാണ് ബീഹാർ എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ പലരും അവരുടെ ലോൺ ബുക്കിന് ഗ്രോ ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തേക്കുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ ഇവർക്ക് മൈക്രോ ഫിനാൻസിൽ ഗ്രോത്ത് വരുന്ന ഒരു സെക്ടറാണ് ഈ പറഞ്ഞ ബീഹാർ ആണെങ്കിലും UP ആണെങ്കിലും വെസ്റ്റ് ബംഗാൾ ആണെങ്കിലും ഒക്കെ. അപ്പോൾ ആ ഒരു സെക്ടറിലുള്ള, ആ ഒരു ബെൽറ്റിലുള്ള ഒരു സ്റ്റേറ്റിലാണ് ഈ പറഞ്ഞ ഇഷ്യൂ വന്നിരിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഇതിനകത്തുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് ഒരാൾക്ക് ഈ പറഞ്ഞ പോലെ മൈക്രോ ഫിനാൻസ് ലെൻഡർ മാക്സിമം 2 പേരെ പറ്റുള്ളൂ. അതായത് എനിക്കൊരു ലോൺ വേണമെന്നുണ്ടെങ്കിൽ 1 അല്ലെങ്കിൽ 2 ബാങ്കുകളുമായിട്ട് അല്ലെങ്കിൽ 2 മൈക്രോ ഫിനാൻസ് കമ്പനികളുമായിട്ട് നമുക്ക് കൈറ്റിലെത്താൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ ഇപ്പോൾ ഒരു 3ാമതൊരു ലോൺ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ മൈക്രോ ഫിനാൻസ് കമ്പനികളുടെ ഡിസ്ബേഴ്സ്മെന്റിന് അല്ലെങ്കിൽ അവരുടെ ഗ്രോത്തിന്, ലോൺ ബുക്കിന്റെ പുതിയ ലോണുകൾ കൊടുക്കുന്നതിന്റെ വേഗത കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് നോക്കിയാൽ ഇപ്പം ഓൾറെഡി ഈ കമ്പനികളൊക്കെ റിക്കവറി സ്പേസിൽ ഇപ്പോൾ അവരവിടുന്ന് കൂടുതലായിട്ട് ഡിസ്ബേഴ്സ്മെന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്താണ് ഈ ഒരു ഓർഡിനൻസ് വരുന്നത്. പക്ഷേ ഈ ഓർഡിനൻസ് കൊണ്ടിട്ട് ഇവർ അസറ്റ് ക്വാളിറ്റിനെ വലിയ രീതിയിൽ അഫക്ട് ചെയ്യാൻ സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് പുതിയ ലോൺ കൂടുതലായിട്ട് കൊടുക്കുന്നതിനെയാണ് ഇത് കൂടുതലായിട്ട് അഫക്ട് ചെയ്യാൻ സാധ്യത. അസറ്റ് ക്വാളിറ്റി അഫക്ട് ചെയ്യാൻ സാധ്യത ഉള്ളതെന്ന് വെച്ചാൽ, ഈ ബീഹാറിൽ ഏറ്റവും കൂടുതൽ എക്സ്പോഷർ ഉള്ള കമ്പനികളെ ചിലപ്പോൾ അഫക്ട് ചെയ്തേക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പുതിയ ലോൺ കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ 2-ൽ കൂടുതൽ ലെൻഡേഴ്സിന് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ആ സമയത്ത് ഈ ഒരു ചെറിയ ലോണുകൾ എടുത്തിട്ടുള്ള, മൈക്രോ ഫിനാൻസ് ലോണുകൾ ഓൾറെഡി എടുത്തിട്ടുള്ള കസ്റ്റമേഴ്സിന് അവർക്ക് ഈ പറഞ്ഞ പോലെ അവരുടെ ക്യാഷ് ഫ്ലോയിൽ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് പുതിയൊരു ലോൺ കിട്ടാൻ സാധ്യത വരും. ആ ഒരു സമയത്ത് ചിലപ്പോൾ ഇതുവരെ ഡിഫോൾട്ട് വരുത്താത്ത കസ്റ്റമേഴ്സിൽ ചിലപ്പോൾ ഡിഫോൾട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് പറയാൻ പറ്റില്ല. അതിപ്പോൾ നമുക്ക് മാനേജ്മെന്റ് കമന്റ് കേട്ടാലും അല്ലെങ്കിൽ വരുന്ന ക്വാർട്ടറുകളിൽ നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് പക്ഷേ അഫക്ട് ചെയ്യാൻ സാധ്യത അവിടെ ഇപ്പോൾ ഓൾറെഡി എക്സ്പോഷർ കൂടുതലായിട്ടുള്ള കമ്പനികളെ മാത്രമാണ്. അതല്ലാത്ത ബാക്കിയുള്ള മൈക്രോ ഫിനാൻസ് ലെൻഡേഴ്സിനെയൊക്കെ മെയിനായിട്ട് അഫക്ട് ചെയ്യാൻ പോകുന്നു. ഇവരുടെയൊക്കെ ഗ്രോത്തിനെ ഏത് രീതിയിൽ അഫക്ട് ചെയ്യുമെന്നുള്ള കാര്യം ഇതൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഇതെല്ലാം മാനേജ്മെന്റ് ഇപ്പോൾ അടുത്തൊരു ക്വാർട്ടറിൽ ഈ പറഞ്ഞ കമ്പനികളിലേക്ക് മാനേജ്മെന്റ് വന്നിട്ട് കമന്റ് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും നമ്മളിതിനെ പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഈ ഓർഡിനൻസ് കൊണ്ടിട്ട് ഈ പറഞ്ഞ മൈക്രോ ഫിനാൻസ് കമ്പനികളെ മെയിനായിട്ട് അഫക്ട് ചെയ്യാൻ സാധ്യത. പിന്നെയുള്ള എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഗവൺമെന്റിന്റെ ഒരു ലൈസൻസ് എടുക്കണം എന്നുള്ള കാര്യമാണ്. അതിപ്പോൾ RBI ഇപ്പോൾ ലൈസൻസ് ആയിട്ടുള്ള ബാങ്കുകളാണെങ്കിൽ പോലും ഈ ഗവൺമെന്റിന്റെ പുതിയൊരു ലൈസൻസ് എടുക്കണം. അത് 90 ദിവസത്തിനുള്ളിൽ കിട്ടുമെന്നുള്ള കാര്യമാണ് ഗവൺമെന്റ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ആ ലൈസൻസ് എടുത്തതിന് ശേഷം ഈ ഓരോ ലോൺ ഡിസ്പേഴ്സ് ചെയ്യുന്ന സമയത്തും, ഓരോ ലോണും മൈക്രോ ഫിനാൻസ് ലോണുകളും ഡിസ്പേഴ്സ് ചെയ്യുന്ന സമയത്ത് ഈ അപ്രൂവൽ ഗവൺമെന്റിൽ നിന്ന് മേടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ചേഞ്ചിലൊക്കെയാണ് മെയിനായിട്ട് ഈ ഓർഡിനൻസ് കൊണ്ട് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ ബീഹാറിൽ കൂടുതൽ എക്സ്പോഷർ ഉള്ള കമ്പനികൾ ഏതൊക്കെയാണെന്നുള്ളതായിരുന്നു. കാരണം അത് നോക്കുമ്പോഴത്തേന് ഏറ്റവും കൂടുതൽ എക്സ്പോഷർ ഉള്ള ഒരു ബാങ്ക് എന്ന് പറഞ്ഞാൽ ഉത്കർഷാണ്. ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്കാണ് ഏറ്റവും കൂടുതൽ എക്സ്പോഷർ ഉള്ളത്. അവരുടെ ഏകദേശം ലോൺ ബുക്കിന്റെ 45% ബീഹാറിൽ നിന്നാണ്. സോ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ച് ഈ ഒരു ഓർഡിനൻസ് അവരുടെ ലോൺ ബുക്കിലോ അല്ലെങ്കിൽ അസറ്റ് ക്വാളിറ്റിനെയൊക്കെ ചെറിയ രീതിയിൽ അഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഉത്കർഷിൽ പൊസിഷനുള്ള ആൾക്കാരൊക്കെ കുറച്ചും കൂടെ കോഷ്യസ് ആയിട്ട് ഇരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനിയിൽ ഇപ്പോൾ പുതിയ പൊസിഷൻസ് ഒന്നും എടുക്കുന്ന അത്ര നല്ലൊരു സമയമല്ല. കാരണം മൈക്രോ ഫിനാൻസിൽ വരുന്ന ഒരു ക്വാർട്ടറുകളിലൊക്കെ ഗ്രോത്ത് വരും എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ പോലെ ഉത്കർഷിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അതൊരു നല്ല ഡിസിഷൻ ആയിട്ട് തോന്നുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഉത്കർഷിന് ഞാൻ പറഞ്ഞില്ല 45%. നമ്മൾ ഇതേപോലെ മൈക്രോ ഫിനാൻസിൽ മെയിനായിട്ട് ലെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ ക്രെഡിറ്റ് ആക്സസ് ഗ്രാമീൺ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഏകദേശം 5% താഴെ ഉള്ളൂ ക്രെഡിറ്റ് ആക്സസ് ഗ്രാമീണിന് ബീഹാറിൽ എക്സ്പോഷർ ഉള്ളത് അവരുടെ ടോട്ടൽ ലോൺ ബുക്കിൽ. അതുപോലെ തന്നെ ബാക്കിയുള്ള കമ്പനികളൊക്കെ നോക്കിയാൽ, അർമാന്റെ നോക്കിയാൽ ഏകദേശം 10-15% മാത്രമേ ഉള്ളൂ ബീഹാറിന്റെ എക്സ്പോഷർ എന്ന് പറയുന്നത്. അതുപോലെ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ എടുത്ത് നോക്കിയാൽ അവർക്ക് ഏകദേശം 6%-7% ആ ഒരു രീതിയിലുള്ള ബീഹാറിലെ എക്സ്പോഷർ. അവരുടെ ഈ പറഞ്ഞ പോലെ മൈക്രോ ഫിനാൻസ് എടുത്ത് നോക്കിയാൽ 10-15% മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ ബീഹാറിൽ നിന്നുള്ള എക്സ്പോഷർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ ഒന്നും ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അഫക്ട് ചെയ്യാൻ പോകുന്നില്ല. അസറ്റ് ക്വാളിറ്റിനെ അഫക്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ് ഇവരുടെയൊക്കെ. കാരണം ഒന്നാമത് അവരുടെ ഉള്ള ലോൺ ബുക്കിന്റെ വളരെ ചെറിയൊരു പെർസെന്റേജ് മാത്രമേ ഇവിടുന്ന് എക്സ്പോഷർ ഉള്ളൂ. ആ ലോണിലുള്ള കസ്റ്റമേഴ്സിന്റെ നന്നായിട്ട് പേ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ ഈ പറഞ്ഞത് അവരുടെ ക്യാഷ് ഫ്ലോയ്ക്കും കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റി ആ രീതിയിൽ
അസറ്റ് ക്വാളിറ്റി ബാഡായാലും ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷേ ഇവർക്കൊക്കെ ഗ്രോ ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് അവിടെ വരുന്നില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് വരുന്ന ക്വാർട്ടറുകളിൽ മാനേജ്മെന്റുകൾ എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഈ പറയുന്ന കമ്പനികളെയൊക്കെ ഒരു വലിയ രീതിയിൽ അഫക്ട് ചെയ്യുമല്ലോ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ പറയാനായിട്ട് പറ്റില്ല. അത് ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞ പോലെ മാനേജ്മെന്റ് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് കേൾക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ബീഹാറിൽ കൂടുതൽ എക്സ്പോഷർ ഉള്ള കമ്പനികൾക്ക് ഒരുപക്ഷെ അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഒരുപാട് പാനിക്കാണ്ടായിട്ടുള്ള സിറ്റുവേഷൻ കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് എന്തായാലും കൃത്യമായിട്ട് അടുത്തൊരു ക്വാർട്ടറിൽ റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് ഇതിനെ പറ്റിയിട്ട് ഒരു ധാരണ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.